ബട്ട്ലർ വീണ്ടും രാജസ്ഥാന്റെ വിജയശില്പി ആയിരിക്കുകയാണ്. ഇന്ന് ബട്ട്ലർ സെഞ്ചുറി പ്രകടനമാണ് പുറത്തെടുത്തത്. സഞ്ജുവും ബട്ട്ലറും ചേർന്നാണ് രാജസ്ഥാന് വിജയം സമ്മാനിച്ചത്. ഇതുവരെ ഒരു മാച്ചിൽ പോലും ബട്ട്ലർ ഫോം ആയിട്ടില്ല. എന്നാൽ ഇപ്പോൾ രാജസ്ഥാന് വേണ്ടി ബട്ട്ലർ സെഞ്ചുറി പ്രകടനമാണ് പുറത്തെടുത്തത്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് ലഭിച്ചത് ബട്ട്ലറിനായിരുന്നു. ശേഷം താരം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. RCB ശരിക്കും നാണം കെട്ടു. കോഹ്ലി സെഞ്ചുറി അടിച്ചിട്ടും RCBക്ക് ജയിക്കാൻ സാധിച്ചില്ല. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി ബട്ട്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കഴിഞ്ഞ 3 മാച്ച് ഞാൻ ഫ്ലോപ്പ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ടീമിലെ സ്ഥാനം തന്നെ എനിക്ക് നഷ്ടമായി. എന്നിട്ടും സഞ്ജു എന്നെ ചേർത്ത് പിടിച്ചു. നിനക്ക് ഫോം ആകാൻ സാധിക്കുമെന്ന് സഞ്ജു എന്നോട് പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്കിന്ന് കളിക്കാൻ സാധിച്ചത്. ജയ്സ്വാൾ ഇന്ന് പെട്ടെന്ന് ഔട്ടായപ്പോൾ ഞാനൊന്ന് പതറിപ്പോയി. എന്നിട്ടും സഞ്ജു എനിക്ക് നല്ലൊരു ഉപദേശമാണ് ഇന്ന് തന്നത്. നമ്മൾ രണ്ടുപേരും ചേർന്ന് ടീമിനെ വിജയിപ്പിക്കേണ്ടതുണ്ടെന്നാണ് സഞ്ജു പറഞ്ഞത്. സഞ്ജുവിൻ്റെ ആ വാക്കുകളാണ് എനിക്ക് പ്രചോദനമായത്. സെഞ്ചുറി അടിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനേക്കാൾ ഉപരി എനിക്ക് ടീം വിജയിച്ചതാണ് സന്തോഷം. പക്ഷേ ഇന്ന് കളി ജയിച്ചാലും ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്നത് സഞ്ജുവിനാണ്. സഞ്ജു മികച്ച രീതിയിലാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. വരുന്ന മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് ബട്ട്ലർ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. അടുപ്പിച്ച് 4ാമത്തെ മാച്ചാണ് രാജസ്ഥാൻ ജയിച്ചിരിക്കുന്നത്. സഞ്ജുവും ബട്ട്ലറുമാണ് രാജസ്ഥാന്റെ വിജയശില്പികൾ. ഇങ്ങനെ തന്നെ രാജസ്ഥാൻ മുന്നോട്ട് പോയാൽ ഇപ്രാവശ്യം കപ്പ് നേടുമെന്നത് ഉറപ്പാണ്. RCB രാജസ്ഥാനെ ഒരു എതിരാളി പോലും അല്ലായിരുന്നു. ഇന്നത്തെ മത്സരത്തെ വിലയിരുത്തിയാൽ RCB ടീമിൽ കോഹ്ലി നല്ല കളി കാഴ്ചവെച്ചിട്ടുണ്ട്. 113 റൺസാണ് കോഹ്ലി ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. പക്ഷേ RCBക്ക് ഭാഗ്യമില്ല. എന്തായാലും ബട്ട്ലർ വീണ്ടും ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.